Good afternoon. Okay, ഇത്രയും പേരൊക്കെ ഉണ്ടായിരുന്നോളൂ കഴിഞ്ഞ ക്ലാസ്സില്. 36 പേര്. ഓക്കെ, നമ്മള് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാ പറഞ്ഞു നിർത്തിയത്? ഇൻസോഴ്സ് അല്ലെ, ഇൻഹൗസ് സർവീസസും ഔട്ട്സോഴ്സിംഗ് സർവീസസും ആ ടേബിൾ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി വെച്ചത് അല്ലെ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഔട്ട്കം. ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്. നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ്, നമ്മളിപ്പോ ഹോസ്പിറ്റലില് നല്ലൊരു ഹൗസ് കീപ്പിംഗ് ചെയ്തത് കൊണ്ടുള്ള ഫലം എന്താണ്? ഔട്ട്കം, അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ ഫലം എന്താണ്? നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് കൊണ്ട് ഉള്ള പ്രയോജനം അല്ലെങ്കിൽ അതിന്റെ ഫലം എന്താണ്? നമുക്ക് നോക്കിയേ, എന്തിനാണ് ഈ ഹൗസ് കീപ്പിംഗ് സർവീസ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റും അങ്ങനെയുള്ള കാര്യങ്ങളും ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം കിട്ടുന്നേ? അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ. എന്താ അവോയ്ഡ് ചെയ്യാ, നമുക്ക് ഒഴിവാക്കാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാൻ പറ്റും. എന്ത്? ഇൻഫെക്ഷൻ അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് നമുക്ക് ഒഴിവാക്കാനും അതിനെ നിയന്ത്രിക്കാനും പറ്റും അല്ലെ. നല്ല ക്ലീനും നീറ്റ് ആണെങ്കിൽ നമുക്ക് വേറെ ഇൻഫെക്ഷന്റെ സാധ്യതയൊന്നുമില്ല. എല്ലാം നല്ല ക്ലീൻ ആക്കി നല്ല നീറ്റ് ആക്കി വെക്കുകയാണെങ്കിൽ ഒരു ഇൻഫെക്ഷന് വരാനുള്ള ചാൻസ് ഒന്നുമില്ല. ഇൻഫെക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും ഒഴിവാക്കാനും പറ്റും നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ. അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ. രണ്ടാമത് നോക്കിയേ, കർട്ടൈൽ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. എന്താണ് കർട്ടൈൽ എന്ന് പറഞ്ഞാൽ? റെഡ്യൂസ് എന്നുള്ള മീനിങ് ആട്ടോ, കുറയ്ക്കുക. അതായത് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്ന ലെങ്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്ന് വെച്ചാൽ എന്താ? നല്ല ഹോസ്പിറ്റൽ നല്ല ക്ലീൻ ആണ്, നല്ല നീറ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ പറയാ, അസുഖം മാറി വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോരാൻ പറ്റൂലേ അല്ലെ? പെട്ടെന്ന് അസുഖമൊക്കെ മാറി പോരാൻ പറ്റും. അതാണ് നമുക്ക് ആ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്ന ലെങ്ത് നമുക്കത് കുറയ്ക്കാൻ പറ്റും. നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് രോഗം മാറി വീട്ടിലേക്ക് വരാം അല്ലെ. അല്ലെങ്കിൽ നമ്മള് മെഡിസിൻ മാത്രം കഴിച്ചാൽ പോരാ, നമ്മൾ ഇരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം. എങ്കിലാണ് നമുക്ക് വേഗം അസുഖങ്ങളൊക്കെ മാറുള്ളൂ അല്ലെ. ഹോസ്പിറ്റലില് സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റുന്നു. എങ്ങനെ? ഹോസ്പിറ്റൽ നല്ല ക്ലീൻ ആണെങ്കിൽ. സെക്കൻഡ് പോയിന്റ് ക്ലിയർ അല്ലേ? ഇനി കർട്ടൈൽ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് എന്നാണ് കേട്ടോ, കുറയ്ക്കുക, റെഡ്യൂസ്. മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ. മെഡിക്കൽ കെയറിൽ വരുന്ന കോസ്റ്റ്, നമുക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റും. മെഡിക്കൽ കെയർ നമുക്ക് ആ ഹോസ്പിറ്റലില് ആ ചികിത്സാ സംബന്ധമായിട്ട് വരുന്ന ചിലവുകള് കുറയ്ക്കാൻ പറ്റും. അതെങ്ങനെയാണ് അങ്ങനെ പറയുന്നേ? എന്താണ് അങ്ങനെ പറയുന്നേ? നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ്, ഹോസ്പിറ്റൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണെങ്കിലും കുറെ ആളുകൾ ഹോസ്പിറ്റലിലേക്ക് വരും, കുറെ പേഷ്യൻസ് വരും. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഇൻകം കൂടും അല്ലെ. പേഷ്യന്റ് കൂടുതൽ പേര് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ വരുമാനം കൂടൂലേ. ഹോസ്പിറ്റലിന്റെ വരുമാനം കൂടുമ്പോൾ എന്താണ്? അവിടുത്തെ ഫീസ് ഒബിയസ്ലി കുറയും. നമ്മൾ പറയില്ലേ, ആ ഹോസ്പിറ്റലിൽ ആരും ചെല്ലണ ആൾക്കാരെ കുത്തി കൊന്ന് കാശ് മേടിക്കാന്ന് പറയും അല്ലെ. അപ്പൊ ഉള്ളവരെ വെച്ചിട്ട് അവര് അത് കാശ് കുറച്ചധികം മേടിക്കും. എന്നാൽ കുറെ പേരുണ്ടെങ്കിലോ ഹോസ്പിറ്റലില് ആളുകൾ കൂടുതൽ ചെല്ലുമ്പോ ഹോസ്പിറ്റലിന്റെ വരുമാനം കൂടും. ഹോസ്പിറ്റലിന്റെ വരുമാനം കൂടുമ്പോൾ അവര് ഫീസുകൾ കുറയ്ക്കും. മനസ്സിലായില്ലേ? ഹോസ്പിറ്റലിൽ അപ്പോ അവർക്കുടെ ഫീസുകൾ കാര്യങ്ങൾ കുറച്ച് കുറവ് വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് വരുന്ന ചെലവ് കുറയ്ക്കാൻ പറ്റും. നമുക്കപ്പൊ നമ്മൾ പറയൂലേ, എന്താ ആള് കുത്തി കൊന്ന് കാശ് മേടിക്കുമെന്ന് വെച്ചാൽ വേറെ ആരും ചെല്ലാനില്ല. അപ്പൊ ചെല്ലണ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കൂടുതൽ കാശ് മേടിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നല്ല ഹൗസ് കീപ്പിംഗ് സർവീസ് ആണെങ്കിൽ, നമുക്ക് നല്ല ക്വാളിറ്റി സർവീസ് ആണെങ്കിൽ പേഷ്യൻസ് കൂടുതൽ ചെല്ലും. പേഷ്യൻസ് കൂടുതൽ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഇൻകം കൂടും. ഹോസ്പിറ്റലിന്റെ ഇൻകം കൂടുമ്പോൾ എന്ത് ചെയ്യും? അതിനനുസരിച്ച് അവര് ഫീസുകളിലൊക്കെ കുറവ് വരുത്തും. അവർക്ക് നല്ല ലാഭമല്ലേ ഹോസ്പിറ്റല്, നല്ല വരുമാനം ഉണ്ട്. അങ്ങനെ വരുമ്പോ ഫീസൊക്കെ ഒന്ന് കുറയ്ക്കും അവര്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫീസ് കുറയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ചെലവാകുന്ന പൈസ കുറയ്ക്കാൻ പറ്റും. അല്ലോ, റിഡക്ഷൻ കുറയുന്നു ഇൻ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ. മെഡിക്കൽ കെയറിന് വരുന്ന കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്ത് അതൊന്ന് ഓർത്ത് വെക്കണം.
പിന്നെ അടുത്ത നോക്കി നാലാമത്തെ പോയിന്റ് എന്താ? കർട്ടൈൽ പേഷ്യന്റ് സഫറിങ്. കർട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? റെഡ്യൂസ്, കുറയ്ക്കുക എന്നുള്ള മീനിങ് തന്നെയാണ് കേട്ടോ. പേഷ്യന്റിന്റെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാ? നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണെങ്കിൽ നമുക്ക് വേറെ അസുഖങ്ങളോ ഇൻഫെക്ഷനോ ഒന്നും വരൂല. നല്ല ക്ലീൻ അല്ലേ? ഇനിയിപ്പോ ക്ലീൻ അല്ല, ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ നല്ല ഹൗസ് കീപ്പിംഗ് സർവീസ് ഇല്ല, ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഹോസ്പിറ്റലൊക്കെ ഇൻഫെക്ഷൻ വരാം. അപ്പൊ ഇനി എന്തെങ്കിലും നമ്മുടെ അസുഖത്തിന് പുറമെ എന്തെങ്കിലും ഇൻഫെക്ഷനും കൂടി നമുക്ക് വന്നാലോ നമ്മൾ പേഷ്യന്റിന്റെ കഷ്ടപ്പാടുകൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്, അല്ലേ? പേഷ്യന്റിന് കൂടുതൽ പ്രയാസമായിരിക്കും. അപ്പൊ നല്ല ഹൗസ് കീപ്പിംഗ് സർവീസ് ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ പേഷ്യന്റിന്റെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ പറ്റും. റെഡ്യൂസ് പേഷ്യന്റിന്റെ സഫറിങ്, ബുദ്ധിമുട്ട്, കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ പറ്റും. ഇനി അടുത്ത് നോക്കിയേ, ഇന്റൻസിറ്റീസ് പബ്ലിക് റിലേഷൻ. ഇന്റൻസിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? തീവ്രമാകുക. പബ്ലിക് റിലേഷൻ തീവ്രമാകുന്നു. പബ്ലിക് റിലേഷൻ തീവ്രമാകുന്നു. എല്ലാവരും നല്ലൊരു ഹോസ്പിറ്റലാണെന്നുള്ള ഇത് വരും. അപ്പൊ അങ്ങനെ നല്ലൊരു പബ്ലിക് റിലേഷൻ കുറച്ചും കൂടി മെച്ചപ്പെടുന്നു, തീവ്രമാകുന്നു. അടുത്ത നോക്കി, ഇൻക്രീസ് ദ പോപ്പുലാരിറ്റി. ജനപ്രീതി വർദ്ധിക്കുന്നു. നമ്മൾ പറയൂലേ, നല്ല ഹോസ്പിറ്റലാട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അങ്ങനെ 4 പേര് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം നല്ലൊരു അഭിപ്രായമാണ്. അപ്പൊ അങ്ങനെ പോപ്പുലാരിറ്റി, ജനങ്ങൾക്കിടയിൽ നല്ലൊരു മതിപ്പുണ്ടാവും, ജനപ്രീതി വർദ്ധിക്കുന്നു. ഇൻക്രീസ് ദ പോപ്പുലാരിറ്റി. അടുത്ത നോക്കിയേ, മോർ വിസിറ്റ് ഓഫ് പേഷ്യന്റ്. കൂടുതൽ പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് സന്ദർശിക്കാൻ തുടങ്ങും. നമ്മളും പറയൂലേ, ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, അപ്പൊ നമ്മൾ ഈ പറഞ്ഞാൽ ഇച്ചിരി വൃത്തിമേനയൊക്കെ നമ്മൾ അത് ആഗ്രഹിക്കണ്ടല്ലോ. ഹോസ്പിറ്റലില് നല്ലൊരു ക്വാളിറ്റി സർവീസ് നമുക്ക് കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ ചെന്ന് കഴിയുമ്പോ നല്ല ഹോസ്പിറ്റലാണ് കാണുമ്പോ, ദൃശ്യ എന്റെ ഫ്രണ്ടാണ്, അപ്പൊ ദൃശ്യ എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പൊ ദൃശ്യക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോ ഞാൻ പറയൂലേ, സ്വാഭാവികമായിട്ട് പറയും, ആ ഹോസ്പിറ്റലിൽ പോയിക്കോട്ടോ, നല്ല ക്ലീൻ ആണ് കേട്ടോ, നല്ല നീറ്റ് ആണ്, നല്ല ട്രീറ്റ്മെന്റ് ആണ്, നമുക്ക് പെട്ടെന്ന് അസുഖം മാറും എന്നൊക്കെ ഒരു ഇത് പറയുമ്പോ ദൃശ്യ ഓൾറെഡി അങ്ങോട്ട് ഇല്ല. ദൃശ്യ ഇനി 5 വിളിക്കുകയാണെങ്കിൽ 5വിനോടും പറയും. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനോട്, നമ്മുടെ റിലേറ്റീവ്സിനോടൊക്കെ നമ്മൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ നല്ല ഇതായിട്ട് പറയുമ്പോൾ അവരും ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ കൂടുതൽ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴോ കൂടുതൽ പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വിസിറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇതെല്ലാം അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ, കൂടുതൽ പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് സന്ദർശിക്കാൻ തുടങ്ങും, കൂടുതൽ പേഷ്യൻസ് ചെല്ലാൻ തുടങ്ങും. അടുത്ത് നോക്കിയേ, ഗ്രേറ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യൻസിന്റെ സംതൃപ്തി കൂടും, അല്ലെ? മികച്ച സംതൃപ്തി, അവര് നല്ല സാറ്റിസ്ഫൈഡ് ആകും. ഹോസ്പിറ്റലിലെ കാര്യങ്ങളില്, ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റില്, ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി, അവരുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതില് ഒക്കെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകും. ഗ്രേറ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഇത്രയൊക്കെയാണ് ഒരു ഹൗസ് കീപ്പിംഗ്, നല്ലൊരു ഗുഡ് ഹൗസ് കീപ്പിംഗ് ആണ് കേട്ടോ. നല്ലൊരു ഹൗസ് കീപ്പിംഗിന്റെ ഔട്ട്കം, നല്ലൊരു ഹൗസ് കീപ്പിംഗ് ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ ഇന്ന എത്രയും നമുക്ക് ഒരു റിസൾട്ട് ആണ് അതിന്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫലം എന്തൊക്കെയാ? അവോയ്ഡ് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കുറയ്ക്കാനും അതിനെ നിയന്ത്രിക്കാനും പറ്റുന്നു. ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റുന്നു. മെഡിക്കൽ ചെലവുകൾക്ക് വരുന്ന കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നു. പേഷ്യന്റിന്റെ കഷ്ടപ്പാടുകൾ കുറയ്ക്കുന്നു. പബ്ലിക് റിലേഷൻ തീവ്രമാകുന്നു. പോപ്പുലാരിറ്റി, ജനപ്രതീതി വർദ്ധിക്കുന്നു. കൂടുതൽ പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് സന്ദർശിക്കാൻ തുടങ്ങുന്നു. പിന്നെ പേഷ്യൻസിന് നല്ല സംതൃപ്തി ലഭിക്കുന്നു. ക്ലിയർ ആണോ പോയിന്റ്സ്? അതൊന്ന് ടിക്ക് ഇട്ട് വെച്ചോളൂ കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഔട്ട്കം, നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഔട്ട്കം എന്താണ്, അതിന്റെ റിസൾട്ട്. ഓക്കെ, ക്ലിയർ ആണ്. വെറുതെ വായിച്ചു വെച്ചാൽ മതി, ഇപ്പൊ തന്നെ ഓൾറെഡി നമുക്കറിയാം. ഇനി അടുത്തതാണ്, വാട്ട് ഈസ് എ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ്? എന്താണ് ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്? എ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഈസ് യൂസ്ഡ് ബൈ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ആരാണ് ഈ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പേഴ്സ് ആണ്.
is used by hospital housekeepers. എന്തിനു വേണ്ടി? To encourage ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. A sterile environment in the patient room. പേഷ്യന്റിന്റെ റൂമിൽ ഒരു നല്ലൊരു സ്റ്റെറൈൽ ആയിട്ടുള്ള അണുയുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കാൻ. എൻകറേജ് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. To encourage a sterile environment in patient room. പേഷ്യൻസിന്റെ റൂമില് നല്ലൊരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു അണുവിമുക്തമായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള നല്ലൊരു അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കാൻ. And avoid the spread of hospital acquired infection. പിന്നെ എന്തിനാ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാനും വേണ്ടി ഈ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പർമാര് എന്ത് ചെയ്യുന്നു? ഈ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് രൂപീകരിക്കുന്നു. അത് അവര് ഉപയോഗിക്കുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ആ ഒരു സെന്റൻസ് തന്നെ അണ്ടർലൈൻ ചെയ്യുക. ഹൗസ് കീപ്പേഴ്സ് യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ? പേഷ്യൻസിന്റെ റൂമില് ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള അണുയുക്തമായിട്ടുള്ള അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കാൻ. അതുപോലെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അത് സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാനും. അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഓക്കെ, അടുത്ത നോക്കിയേ. The checklist has been formed to make it easier for hospital to follow hospital housekeeping standard operating procedure. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. SOP നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. SOP എന്താണെന്നുള്ളത്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സോ SOP. Checklist has been formed. എന്തിനു വേണ്ടിയാ ചെക്ക്ലിസ്റ്റ് രൂപീകരിച്ചേക്കണേ? To make it easier for hospital to follow hospital housekeeping standard operating procedure. ഹോസ്പിറ്റലിലെ SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഹോസ്പിറ്റലിൽ രൂപീകരിച്ചിട്ടുണ്ട്. സച്ച് ആസ് ഏതൊക്കെയാണ്? ഹൈ ടച്ച് സർഫസസ്, റൂം സോണിംഗ് ആൻഡ് ക്ലീനിങ് പാർട്ട് തുടങ്ങിയ കാര്യങ്ങള് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഈ ഹോസ്പിറ്റല് ഫോളോ ചെയ്യുന്നതിന് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട്. വിത്ത് സേഫ്റ്റി കൾച്ചർ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പർ ക്യാൻ ഈസിലി. അങ്ങനെ നമുക്കൊരു നല്ലൊരു സംസ്കാരം, സേഫ്റ്റി സുരക്ഷിതമായിട്ടുള്ള ഒരു കൾച്ചർ സംസ്കാരം നമുക്ക് എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റും. ആ ഒരു ഹോസ്പിറ്റലിലെ സേഫ്റ്റി അത് തന്നെയാണ് അവിടെ പറയുന്നത്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഹോസ്പിറ്റല് ഫോളോ ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെക്ക് ലിസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. അതായത് ഏതൊക്കെയാണ്? സച്ച് ആസ് ഹൈ ടച്ച് സർഫസസ്, റൂം സോണിംഗ് ആൻഡ് ക്ലീനിങ് പാർട്ട് തുടങ്ങിയവ അതൊക്കെ നമ്മൾ എന്താ ക്ലീൻ ആക്കാനായിട്ട്. With the safety culture, hospital housekeepers can easily. നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു സംസ്കാരം ഹോസ്പിറ്റൽ ഹൗസ് കീപ്പർക്ക് എന്താണ് എളുപ്പത്തിൽ സൃഷ്ടിക്കാൻ പറ്റും. നല്ലൊരു നീറ്റ് കാര്യങ്ങള് ഇതൊക്കെ ആയിട്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുനടക്കാനും പറ്റും. അപ്പൊ അതിനകത്ത് നോക്കിയേ, ആ ഫസ്റ്റ് സെന്റൻസ് അതിലേക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. ഹൗസ് കീപ്പർമാരാണ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടി? എന്ത് പ്രോത്സാഹിപ്പിക്കാനാണ്? പേഷ്യന്റിന്റെ റൂം അന്തരീക്ഷം അണുവിമുക്തമാക്കാനായിട്ട്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട്. പിന്നെ SOP എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഇനി അടുത്ത് നോക്കിയേ, ഇവിടെ നമുക്ക് പറഞ്ഞേക്കുന്നത് 3 ഇതായിട്ട് തിരിച്ചിട്ടുണ്ട്. ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂം. പേഷ്യന്റിന്റെ റൂമുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലീനിങ് ഡ്യൂട്ടീസ്. രണ്ടാമത്തെ പേഷ്യന്റ് ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ. പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ. മൂന്നാമത്തെയാണ് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. അപ്പൊ അങ്ങനെ ക്ലീനിങ്ങിലെ നമുക്ക് പേഷ്യന്റ് റൂം ക്ലീനിങ്ങിലെ 3 രീതിയിൽ നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെയാണ് ക്ലീനിങ് ഡ്യൂട്ടി ഫോർ പേഷ്യന്റ് റൂം. പേഷ്യന്റിന്റെ റൂമുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലീനിങ് ഡ്യൂട്ടീസ്. ഇതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂം? അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഇത് വായിച്ചാൽ മതി. ഒന്ന് വായിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എന്താണ് റൂം ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടീസ് ആണ് കേട്ടോ. ഒന്ന് നമുക്ക് നോക്കിയേ. വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്, wear
ഡിസ്പോസിബിൾ ഗ്ലൗസ്. വാഷ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക കൈകള്, അല്ലെ, ഹാൻഡ്സ്. വിയർ, എന്നിട്ട് എന്ത് ചെയ്യണം? ഡിസ്പോസിബിൾ ഗ്ലൗസ്, ഡിസ്പോസിബിൾ ഗ്ലൗസുകള് ധരിക്കുക. കൈകള് വാഷ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, ആൻഡ് വിയർ ഡിസ്പോസിബിൾ ഗ്ലൗസ്, ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലൗസുകൾ ധരിക്കുക. ഓക്കെ, രണ്ടാമത് നോക്കിയേ, ലീവ് ക്ലീനിങ് കാർട്ട് ഇൻ ഹാൾ, സെറ്റ് അപ്പ് എ സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. ഈ ക്ലീനിങ് കാർട്ട്, കാർട്ട് എന്ന് പറഞ്ഞ വണ്ടികള് ഹാളില് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മള് സേഫ്റ്റി സൈൻ, ഡോറിന്റെ പുറത്ത് സേഫ്റ്റി സൈൻ സെറ്റ് ചെയ്യുക, സ്ഥാപിക്കുക. സെറ്റ് അപ്പ് എ സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ, ഡോറിന്റെ പുറത്ത് സേഫ്റ്റി സൈൻ സ്ഥാപിക്കുക. അടുത്തത് നോക്കിയേ, ഇൻസ്റ്റന്റ്ലി സ്ട്രെയിറ്റൻ ദ റൂം, സ്ട്രെയിറ്റൻ നേരെയാക്കുക. നമ്മൾ പെട്ടെന്ന് തന്നെ എന്താണ് റൂമുകള് നേരെയാക്കുക, സ്ട്രെയിറ്റൻ ചെയ്യുക. വേക്കന്റ് ആൻഡ് റീലൈൻ ട്രാഷ് ക്യാൻസ്, വേക്കന്റ്, വേക്കന്റ് ആക്കുക എന്ന് വെച്ചാൽ ഒഴിവാക്കുക. റീലൈൻ അതായത് അത് നിറയ്ക്കുക. ചവറ്റുകുട്ടുകളൊക്കെ നേരെ, റീലൈൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ? നേരെയാക്കുക, വേക്കന്റ് ആക്കുക. എന്നിട്ട് അത് ട്രാഷ് എന്ന് പറഞ്ഞാൽ ചവറ്റുകുട്ടകളാട്ടോ, ചവറ്റുകുട്ടകൾ. വേസ്റ്റ് ബാസ്കറ്റ്, ട്രാഷ് ക്യാൻസ്, അത് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് എന്താ ചവറ്റുകുട്ട കളയല്ല കേട്ടോ, അതിനകത്തുള്ള വേസ്റ്റ് കളഞ്ഞ് അത് വേക്കന്റ് ആക്കിയിട്ട് നേരെ സ്ഥാപിക്കുക, വെക്കുക. റൂമുകള് ശരിയാക്കുക. അടുത്ത നോക്കിയേ, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഹൈ ടച്ച് ഏരിയാസ്, ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക ഉയർന്ന ഏരിയകള്. ഹൈ ടച്ച് ഏരിയാസ്, ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. അടുത്ത് നോക്കിയേ, ഡസ്റ്റ് എയർ വെന്റിലേഷൻ. വെന്റിലേഷൻ തന്നെയാണോ ടെക്സ്റ്റിൽ കിടക്കണേ? ഡസ്റ്റ്, പൊടികളൊക്കെ തട്ടുക. എയർ വെന്റിലേഷൻ, അതില് പൊടികള് തട്ടുക. വെന്റിലേഷൻ തന്നെയാണോ കറക്റ്റ്? ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ വെൽസ്ന്നുള്ളൂ അല്ലേ? അതൊന്ന് കറക്റ്റ് ചെയ്തേ. വെന്റിലേഷൻ എന്നാട്ടോ അത്. ഡസ്റ്റ് എയർ വെന്റിലേഷൻ. കണ്ട അഞ്ചാമത്തെ പോയിന്റ് നോക്കുക. ഡസ്റ്റ് ചെയ്യുക, പൊടിയൊക്കെ തട്ടുക, പൊടികളൊക്കെ. എയർ വെന്റിലേഷൻ, ലൈറ്റിലെ ടെലിവിഷൻ സെറ്റ്സ് ആൻഡ് വിൻഡോ സിൽസ്, ജനൽപ്പടി, ഇവിടത്തേക്ക് പൊടികളൊക്കെ തട്ടുക. സാനിറ്റൈസ് ആൻഡ് സ്റ്റെറിലൈസ് ബെഡ്സൈഡ് കൊമോഡ്, മലവിസർജന പാത്രങ്ങള് അത് സാനിറ്റൈസ് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക. കൊമോഡ് എന്ന് വെച്ചാൽ പാത്രം, ബെഡ്സൈഡ് കൊമോഡ്, മലവിസർജന പാത്രങ്ങള് അതൊക്കെ സാനിറ്റൈസ് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക. ഡൗൺ കൗണ്ടർ ടോപ്സ്, വിപ്പ് ചെയ്യാന്ന് വെച്ചാൽ തുടയ്ക്കുക. കൗണ്ടർ ടോപ്സുകൾ തുടയ്ക്കുക. ചെക്ക് ഫർണിച്ചർ ഒക്കെ ചെക്ക് ചെയ്യുക. ഡിസ്ഇൻഫെക്ട് ഡോർ ഹാൻഡിലൊക്കെ എന്താണ് അണുവിമുക്തമാക്കുക. ഡിസ്ഇൻഫെക്ട് ഡോർ ഹാൻഡിൽസ്, ഡോറിന്റെ ഹാൻഡിൽസ് എല്ലാവരും വന്ന് പിടിക്കുന്നതാണല്ലേ ഡോറ്, അതിന് ആ ഡോർ ഹാൻഡില് ഡിസ്ഇൻഫെക്ട് എന്ന് പറഞ്ഞാൽ എന്താ? അണുവിമുക്തമാക്കുക. അപ്പൊ അത്രയും പേഷ്യന്റ് റൂം ക്ലീനിങ് ആയിട്ട്, റൂം ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഹൈ ഹാർട്ട് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ഓക്കെ, വാഷ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക ഇൻ ദ ഹാൻഡ്സ്. എന്നിട്ട് എന്ത് ചെയ്യണം? വിയർ ഡിസ്പോസിബിൾ ഗ്ലൗസുകൾ ധരിക്കുക. കൈകള് വാഷ് ചെയ്ത് സാനിറ്റൈസ് ചെയ്ത് ഡിസ്പോസിബിൾ ഗ്ലൗസ് ധരിക്കുക. പിന്നെ ക്ലീനിങ് കാർട്ട് എന്ന് പറഞ്ഞ വണ്ടികളാണ്. ലീവ് ക്ലീനിങ് കാർട്ട് ഇൻ ഹാളില് വെക്കുക. പിന്നെ സേഫ്റ്റി സൈൻ ഡോറിന്റെ പുറത്ത് സ്ഥാപിക്കുക. പിന്നെ റൂം ശരിയാക്കുക. ഇൻസ്റ്റന്റ്ലി സ്ട്രെയിറ്റൻ ദ റൂം ശരിയാക്കുക. വേക്കന്റ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ റീലൈൻ ട്രാഷ് ക്യാൻ, ചവറ്റുകുട്ടകള് വേക്കന്റ് ആക്കുക, അത് നേരെയാക്കുക. ഹൈ ടച്ച് സർഫസസ് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. പിന്നെ പൊടികൾ തട്ടുക. എയർ വെന്റിലേഷൻ, ലൈറ്റ്, ടെലിവിഷൻ സെറ്റ്, വിൻഡോസിൽ എന്ന് പറഞ്ഞാൽ ജനൽപ്പടികൾ ഇവിടത്തെയൊക്കെ പൊടികളൊക്കെ തട്ടുക. പിന്നെ ബെഡ്സൈഡ് കൊമോഡ്, മലവിസർജന പാത്രം അത് സാനിറ്റൈസ് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക.
പിന്നെ അടുത്ത കൗണ്ടർ ടോപ്പുകൾ തുടയ്ക്കുക, തുടച്ച് വൃത്തിയാക്കുക, ദെൻ ഫർണിച്ചറുകൾ ചെക്ക് ചെയ്യുക, പിന്നെ ഡോർ ഹാൻഡിൽ ഡിസിൻഫെക്ഷൻ, അണുവിമുക്തമാക്കുക. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അത് അതിനകത്ത് വേറെ ഒന്നും ചോദിക്കാനില്ല. അവിടെ ചോദിക്കുകയാണെങ്കിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അത്രേ ഉള്ളൂ. ഇനി നോക്കിയേ, ബാത്റൂം ക്ലീനിങ് ആണ്. അതൊന്ന് വായിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ എന്തൊക്കെയാണ്? ഇനി പേഷ്യന്റിന്റെ റൂം ബാത്റൂം ക്ലീനിങ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, എംപ്റ്റി ആൻഡ് സാനിറ്റൈസ് ട്രാഷ് ക്യാൻ നീഡഡ് റീപ്ലേസ് ലൈനേഴ്സ്. എന്താണ്? എംപ്റ്റി ആക്കുക, കാലിയാക്കുക, സാനിറ്റൈസ് ചെയ്യുക. ട്രാഷ് എന്ന് പറഞ്ഞ എന്താ ഞാൻ പറഞ്ഞത്? ട്രാഷ് എന്താ? വേസ്റ്റുകൾ കേട്ടോ, ചവറ്റുകുട്ടകൾ. ട്രാഷ് ക്യാൻ എന്ന് പറഞ്ഞത് ചവറ്റുകുട്ടകള്, ട്രാഷ് ക്യാൻ. അതായത് നമ്മൾ അത് കാലിയാക്കുക, അത് വേസ്റ്റ് ഒക്കെ കളയുക, സാനിറ്റൈസ് ചെയ്യുക, അത് റീപ്ലേസ് ചെയ്യുക. ലൈനേഴ്സ്, കവറുകള്, അത് കവറുകൾ വെച്ച് കവർ ചെയ്യുക, അത് കവറുകളൊക്കെ റീപ്ലേസ് ചെയ്യുക, അതുപോലെ തന്നെ വെക്കാം. Then sanitize touch points, light switches, door knob, handrails. ഇതൊക്കെ സാനിറ്റൈസ് ചെയ്യുക. ലൈറ്റിന്റെ സ്വിച്ചുകള്, ഡോർ നോബ്സ്, ഹാൻഡ്രെയിൽസ്, ഇത് സാനിറ്റൈസ് ചെയ്യുക. Then അടുത്ത നോക്കിയേ, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഷവേഴ്സ്, ടബ്സ്, സിങ്ക്. ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ഷവറുകള്, ബാത്റൂമിലല്ലേ കാര്യമാണ്. ഷവറുകള്, ടബ് എന്ന് വെച്ചെന്താ? ബാത്തിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ലാർജ് ഓപ്പൺ കണ്ടെയ്നർ ടബ്. ടബ് ഉണ്ടോ ബാത്റൂമിലുണ്ടോ? ബാത്ത് ടബ്. ഓക്കെ, നമ്മൾ കുളിക്കാനായിട്ട് അല്ലെ ഇരിക്കുന്ന ആ ഒരു ഓപ്പൺ കണ്ടെയ്നർ ടബ്, ബാത്ത് ടബ്. പിന്നെ സിങ്ക്, ഇതൊക്കെ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. പിന്നെ അടുത്ത നോക്കിയേ, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ടോയ്ലറ്റ് ബൗൾ. ടോയ്ലറ്റ് ബൗള്, സീറ്റ്, ടാങ്ക്, ഫ്ലഷ് ഹാൻഡില്, ഇതൊക്കെ എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, ഇതൊക്കെ കഴുകുക. ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ട? പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടതാണ്. അത് ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. വേറൊന്നും അതിന് ചോദിക്കാനില്ല. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതോ അങ്ങനെ ചോദിക്കാം കേട്ടോ. ചവറ്റുകുട്ടുകള് എംപ്റ്റി ആക്കുക, കാലിയാക്കുക, അത് സാനിറ്റൈസ് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. അതിന്റെ കവറ്, എന്നിട്ട് അത് വേസ്റ്റ് ബാസ്കറ്റ്, അതിന്റെ ആ കവർ വെക്കുക, റീപ്ലേസ് ചെയ്യുക. ഹൈ ടച്ച് സർഫസ് പോയിന്റ്സ്, സാനിറ്റൈസ് ചെയ്യുക. ലൈറ്റ് സ്വിച്ച്, ഡോറിന്റെ നോബുകള്, ഹാൻഡ് റെയിൽസ്, ഇതൊക്കെ എന്ത് ചെയ്യുക? സാനിറ്റൈസ് ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഷവേഴ്സ്, ടബ്, സിങ്ക്. ഷവറുകള്, ടബ്, ബാത്ത് ടബ്, സിങ്ക്, ഇതൊക്കെ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. അടുത്ത നോക്കിയേ, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ടോയ്ലറ്റ് ബൗൾ. ടോയ്ലറ്റ് ബൗള്, സീറ്റ്, ടാങ്ക്, ഫ്ലഷ് ഹാൻഡിൽ, ഇതൊക്കെ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ഇനി മൂന്നാമത്തെയാണ് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ഇതാണ് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ടെർമിനൽ എന്ന് പറഞ്ഞാൽ എന്താ? അതിതീവ്രമായ, കുറച്ചും കൂടി ഡീപ് ക്ലീനിങ് തന്നെയാണ് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. അതിതീവ്രമായ ടെർമിനൽ. Make firm that the patient has been discharged and room vacant. എപ്പോഴാപ്പോ ഈ ടെർമിനൽ റൂം ക്ലീനിങ് കാര്യങ്ങൾ ചെയ്തത്? പേഷ്യന്റ് ഡിസ്ചാർജ് ആയി, ആ റൂം വേക്കന്റ് ആയി എന്ന് ഉറപ്പിക്കുമ്പോഴാണ്. Make firm that ഉറപ്പിക്കുക, FIR, ഉറപ്പിക്കുക. പേഷ്യന്റ് ഡിസ്ചാർജ് ആയി, റൂം വേക്കന്റ് ആയി എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് ആണ് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. അതിതീവ്രമായിട്ട് നമ്മൾ പറഞ്ഞില്ലേ, ഡിസ്ചാർജ് ക്ലീനിങ്ങിലൊക്കെ പറഞ്ഞില്ലേ അല്ലെ? നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് ആ പേഷ്യന്റ് പോയി അടുത്ത വരാൻ പാകത്തിന് നമ്മളൊന്ന് റെഡി ആക്കുക റൂം. അത് അപ്പൊ അതാണ് റൂം വേക്കന്റ് ആയതിനു ശേഷം, അല്ലെങ്കിൽ നമ്മൾ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി, റൂം വേക്കന്റ് ആയി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം, അല്ലെങ്കിൽ അതിന് ശേഷം ചെയ്യുന്ന ക്ലീനിങ്. നോക്കിയേ, രണ്ടാമത്തെ പോയിന്റ് എന്താ? പെർഫോം ഹാൻഡ് ഹൈജീൻ. ഹാൻഡ് ഹൈജീൻ പാലിക്കണം. പെർഫോം ഹാൻഡ് ഹൈജീൻ, കൈകളുടെ സുരക്ഷ നമ്മൾ പാലിക്കണം. വിയർ ഗ്ലൗസ്, അപ്പൊ കൈയിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്താ നമ്മൾ ചെയ്യുന്നത്? ഗ്ലൗസുകൾ ധരിക്കുക. റീപ്ലേസ് പ്ലേസ് സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. ഡോറിന് പുറത്ത് സേഫ്റ്റി സൈൻ വെക്കുക. പ്ലേസ് സേഫ്റ്റി സൈൻ
outside the door. എന്താ ചെയ്യേണ്ട രണ്ടാമത്തെ പോയിന്റിൽ എന്താ? ഹാൻഡ് ഹൈജീൻ പാലിക്കുക, അതിനുവേണ്ടി ഗ്ലൗസുകൾ ധരിക്കുക, പ്ലേസ് സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ, ഡോറിന് പുറത്ത് സേഫ്റ്റി സൈൻ വെക്കുക, പ്ലേസ് സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. അടുത്ത നോക്കിയേ മൂന്നാമത്തെ എന്താ? ഡിസ്ഇൻഫെക്റ്റ് മാട്രസ് ടോപ്പ്. മാട്രസ് എന്ന് പറഞ്ഞ മെത്തകള്, ബെഡ്, മാട്രസ് ബെഡാണ് കേട്ടോ. ബെഡിന്റെ ടോപ്പ്, ബോട്ടം ആൻഡ് സൈഡ് ഇതൊക്കെ ക്ലീൻ ചെയ്യുക, ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുക, റീപ്ലേസ് കവർ, ബെഡ് കവർ, പില്ലോ കവർ അതൊക്കെ മാറ്റിയതിനു ശേഷം നമ്മൾ അത് റീപ്ലേസ് ചെയ്യണം. എയർ കവറും ഇതൊക്കെ ഇടണം. ഡിസ്ഇൻഫെക്റ്റ് മാട്രസ് ടോപ്പ്, ബെഡിന്റെ മാട്രസ് എന്ന് പറഞ്ഞാൽ മെത്ത, ബെഡ്, അതിന്റെ ടോപ്പ്, ബോട്ടം ആൻഡ് സൈഡ് ഇതൊക്കെ നമ്മൾ ഡിസ്ഇൻഫെക്റ്റ് നടത്തുക. പിന്നെ ബെഡ് കവറുകള്, പില്ലോ കവറുകള് ഇതൊക്കെ എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യുക. അതിന് പകരം പഴയത് നമ്മൾ മാറ്റി അതിന് പുതിയത് അതിന് പകരം വെക്കുക. അടുത്ത നോക്കിയേ, വാക്വം ആൻഡ് പോളിഷ് ഫർണിച്ചേഴ്സ്, ടേൺ കുഷ്യൻസ് നോട്ട് സ്റ്റെയിൻ ഓർ ഡാമേജ്. ഇനി വാക്വം, വാക്വം എന്ന് വെച്ചാൽ എന്താ? ശൂന്യമായ, അല്ലെങ്കിൽ നമ്മളത് എന്താണ്, നമ്മളത് ക്ലീൻ ആക്കുക, ശൂന്യമാക്കുക, അതായത് അവിടുത്തെ വേസ്റ്റുകളും കാര്യങ്ങളും ക്ലീൻ ആക്കുക. പോളിഷ് ഫർണിച്ചർ, ഫർണിച്ചറുകൾ പോളിഷ് ചെയ്യുക. ടേൺ കുഷ്യൻസ്, കുഷ്യൻസുകൾ തിരിക്കുക, മാറ്റുക. നോട്ട് സ്റ്റെയിൻ ഓർ ഡാമേജ്, എന്തെങ്കിലും സ്റ്റെയിനോ എന്തെങ്കിലും അതുപോലെ എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. അതിന് നമ്മളത് റീപ്ലേസ് ചെയ്യണം, അത് മാറ്റുക. കുഷ്യൻസ് അതിന്റെ പാടുകളോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, സ്റ്റെയിൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, ഇതൊക്കെ ഫർണിച്ചർ ഒക്കെ ഒന്ന് നോക്കുക. അടുത്ത നോക്കിയേ, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് മെഡിക്കൽ എക്യുപ്മെന്റ്, മെഡിക്കൽ എക്യുപ്മെന്റുകൾ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. വീൽ ചെയർ, ഏതൊക്കെയാ വീൽ ചെയറുകള്? IV പോൾ, IV പോൾ എന്ന് പറഞ്ഞാൽ എന്താ? IV പോള് ഇൻട്രാവീനസ് പോള് എന്താ? ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുന്ന സ്റ്റാൻഡില്ലേ, അത് ഗ്ലൂക്കോസ് വെക്കുന്ന സ്റ്റാൻഡാണ് IV പോൾ എന്ന് പറയുന്നത്. ഇൻട്രാവീനസ് പോൾ അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അത് ഇൻട്രാ, INTRA VENOUS, VENOUS, intravenous, poles, POLES. Clean and sanitize medical equipments, wheelchair, IV pole, etc. IV എന്ന് പറഞ്ഞാൽ intravenous poles, intravenous poles ഇതൊക്കെ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. അടുത്ത് നോക്കിയേ, അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? Check and refill soap and paper towel dispensaries. Check ചെയ്യുക, refill ചെയ്യുക സോപ്പുകള് ആൻഡ് പേപ്പർ ടവൽ ഡിസ്പെൻസറീസ്. ഡിസ്പെൻസറീസ് എന്ന് പറഞ്ഞാൽ തുണിത്തരങ്ങൾ, പേപ്പർ ടവൽ ഡിസ്പെൻസേഴ്സ് ഇതൊക്കെ ചെക്ക് ചെയ്യുക, അത് റീഫിൽ ചെയ്യുക. സോപ്പുകൾ ഇതൊക്കെ തീർന്നതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ വെക്കുക എന്നുള്ളത് കേട്ടോ. ക്ലീൻ ചെക്ക് ചെയ്യുക, റീഫിൽ ചെയ്യുക, അത് പരിശോധിക്കുക, അത് തീർന്നതാണ് എംപ്റ്റി ആണെങ്കിൽ അത് റീഫിൽ ചെയ്യുക, അത് നിറയ്ക്കുക. സോപ്പ് ആൻഡ് പേപ്പർ ടവൽ ഡിസ്പെൻസേഴ്സ്. അടുത്തത് ഏഴാമത്തെ പോയിന്റ് നോക്കിയേ, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് പേഷ്യന്റ് ബാത്റൂം, സ്വീപ്പ്, വെറ്റ്, മോപ്പ് ആൻഡ് സാനിറ്റൈസ് ഓൾ ഫ്ലോർ. ഇനി എന്താണ്? ക്ലീൻ ആൻഡ് സാനിറ്റൈസ് പേഷ്യന്റ് ബാത്റൂം, പേഷ്യന്റിന്റെ ബാത്റൂം ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. CP എന്ന് വെച്ചാൽ എന്താ? തൂത്തുവാരുക, അടിക്കുക, തൂക്കുക. സ്വീപ്പ്, വെറ്റ്, മോപ്പ് എന്താണ്? അത് തുടയ്ക്കുക. ആൻഡ് സാനിറ്റൈസ് ഓൾ ഫ്ലോർ, എല്ലാ ഫ്ലോറും എന്ത് ചെയ്യുക? സാനിറ്റൈസ് ചെയ്യുക, എല്ലാ ഫ്ലോറും സാനിറ്റൈസ് ചെയ്യുക. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് പേഷ്യന്റ് ബാത്റൂം, സ്വീപ്പ്, വെറ്റ്, മോപ്പ് ആൻഡ് സാനിറ്റൈസ് ഓൾ ഫ്ലോർസ്, എല്ലാ ഫ്ലോറുകളും എന്ത് ചെയ്യുക? അവിടെ സാനിറ്റൈസ് ചെയ്യുക, തൂത്തുവാരുക, തുടയ്ക്കുക, സാനിറ്റൈസ് ചെയ്യുക. ഓക്കെ ആണോ നോക്കിയാ? മൂന്നെണ്ണോ ക്ലീനിങ് ഡ്യൂട്ടീസ് ആണ്. ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂം, പേഷ്യന്റിന്റെ റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ, ജനറൽ റൂം ക്ലീനിങ് ടാസ്ക്. IV പോൾ എന്ന് പറഞ്ഞാൽ ഇൻട്രാവീനസ് പോൾ.
വെറുതെ ഒന്ന് വായിച്ചു വെച്ചാൽ മതിയാണ് ഒന്നും. അതിലേതെങ്കിലും ഇപ്പൊ ടെർമിനൽ ക്ലീനിങ് ടാസ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ അത് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂം പേഷ്യന്റിന്റെ റൂം ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന ഡ്യൂട്ടീസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്. അങ്ങനെ അത് മൂന്നും ഒന്ന് നോക്കി വെക്കാം. ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂം. ഓക്കെ ആണോ? ഇതൊന്ന് വെറുതെ ഒന്ന് വായിച്ചാൽ മതി. ഇതൊന്ന് ബൈഹാർട്ട് ചെയ്യുന്ന പോയിന്റ്സുകളല്ലേ, പോയിന്റ്സ് ഒന്ന് വായിച്ച് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം നമുക്ക്. ഇനി നെക്സ്റ്റ് നോക്കിയ അവിടെ നെക്സ്റ്റ് ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയ. ഹോസ്പിറ്റലിലെ മറ്റുള്ള ഏരിയകൾക്ക് ഉള്ള ദിവസേന നടത്തുന്ന ഹൗസ് കീപ്പിംഗ് സേവനങ്ങൾ. ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ ആർക്ക് വേണ്ടി, ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയ, ഹോസ്പിറ്റലിലെ മറ്റുള്ള ഏരിയ അതിന് വേണ്ടിയിട്ടുള്ള ദിവസേനയുള്ള ഹൗസ് കീപ്പിംഗ്. ഫസ്റ്റ് നോക്കിയേ, ഇതും കുറച്ച് പോയിന്റ്സ് തന്നെയാട്ടോ. ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് വായിച്ചു വെച്ചാൽ മതി. 8 പോയിന്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ക്ലീനിങ് അപ്പ് ആൻഡ് സാനിറ്റൈസ് സർഫസസ് കണ്ടാമിനേറ്റഡ് ബൈ ദ ബോഡി ഫ്ലൂയിഡ് ആസ് പെർ ദ പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ അനുസരിച്ച് ബോഡി ഫ്ലൂയിഡ്സിനാൽ മലിനമായിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഏരിയ സർഫസ് എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ. ഹോസ്പിറ്റലിലെ മറ്റ് ഏരിയയ്ക്ക് വേണ്ടി മറ്റു ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെയിലി ഹൗസ് കീപ്പിംഗ് ടാസ്കുകളാണ് ഈ പറയുന്നത്. ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയ, ഹോസ്പിറ്റലിലെ മറ്റുള്ള ഏരിയകൾ, അതിനു വേണ്ടിയുള്ള ഡെയിലി ഹൗസ് കീപ്പിംഗ് കാര്യങ്ങൾ, ടാസ്കുകൾ. അപ്പൊ ഒന്നാമത് എന്താ പറഞ്ഞേക്കുന്നത്, ക്ലീൻ അപ്പ് ചെയ്യുക ആൻഡ് സാനിറ്റൈസ്, ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. എന്ത്, സർഫസസ് കണ്ടാമിനേറ്റഡ് ബൈ ദ ബോഡി ഫ്ലൂയിഡ്സ്, ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട്, ബ്ലഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് മലിനമായിട്ടുള്ള ഹോസ്പിറ്റലിലെ ഏരിയ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. അതെങ്ങനെയാ, നമുക്ക് തോന്നിയ രീതിയിലല്ല. എങ്ങനെയാണ്, ആസ് പെർ പ്രോട്ടോകോൾ, പ്രോട്ടോകോൾ അനുസരിച്ച്, പ്രോട്ടോകോൾ അനുസരിച്ച്. രണ്ടാമത് നോക്കിയേ, റിനിസേറ്റ് ഷാർപ്പ് കണ്ടെയ്നേഴ്സ് വെൻ 3 quarters full. റിനിസേറ്റ് എന്ന് പറയുന്ന റീപ്ലേസ് എന്നുള്ള മീനിങ് ആട്ടോ, മാറ്റി വെക്കുക, മാറ്റി സ്ഥാപിക്കുക. റീപ്ലേസ് ഷാർപ്പ് കണ്ടെയ്നേഴ്സ് വിത്ത് 3 quarters full. 1/4 ഭാഗം നിറയുമ്പോഴേക്കും ഷാർപ്പ് കണ്ടെയ്നർ റീപ്ലേസ് ചെയ്യുക. അത് ചിലപ്പോൾ പൊട്ടിപ്പോകാനും ഒക്കെ സാധ്യതയുള്ളതാണ്. അപ്പൊ അത് മൊത്തം നിറയാൻ നിൽക്കണ്ട, ഒരു 1/4 ഭാഗത്തോളം നിറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക, അത് റീപ്ലേസ് ചെയ്യുക. റിനിസേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റീപ്ലേസ് എന്നുള്ള മീനിങ് തന്നെയാണ് കേട്ടോ. റീപ്ലേസ് ചെയ്യുക. റീപ്ലേസ് ഷാർപ്പ് കണ്ടെയ്നേഴ്സ് വെൻ 3 quarters full. 1/4 ഭാഗം നിറയുമ്പോഴേക്കും കണ്ടെയ്നേഴ്സ് എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. അടുത്ത നോക്കിയേ, കൺഫേം ഫ്ലോസ് ആർ ഫ്രീ ഓഫ് ഡിബ്രീസ് ആൻഡ് ട്രിപ്പിംഗ് ഹസാർഡ്. ഇനി എന്ത് കൺഫേം ചെയ്യാന്ന് വെച്ചാൽ സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ ഉറപ്പിക്കുക. കൺഫേം, ഉറപ്പിക്കുക അല്ലെങ്കിൽ സ്ഥിരീകരിക്കുക. ഫ്ലോസ് ആർ ഫ്രീ ഓഫ് ഡിബ്രീസ്. ഡിബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അവശിഷ്ടങ്ങളാണ് കേട്ടോ. ഡിബ്രീസ് അവശിഷ്ടങ്ങള്. ആൻഡ് ട്രിപ്പിംഗ് ഹസാർഡ്. ട്രിപ്പിംഗ് ഹസാർഡ് എന്ന് പറഞ്ഞാൽ തെന്നി പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളില്ലേ, അങ്ങനെയുള്ളത് ട്രിപ്പിംഗ് ഹസാർഡ്. ട്രിപ്പാവുന്ന അങ്ങനെയുള്ള അപകടങ്ങള് അല്ലെങ്കിൽ അവശിഷ്ടങ്ങള്, അതിൽ നിന്നൊക്കെ ഫ്ലോർ അഥവാ ഫ്രീ ആണെന്ന് സ്ഥിരീകരിക്കുക. ഓക്കെ, കൺഫേം ഫ്ലോസ് ആർ ഫ്രീ ഓഫ് ഡിബ്രീസ് ആൻഡ് ട്രിപ്പിംഗ് ഹസാർഡ്. ട്രിപ്പിംഗ് തെന്നിപ്പോകുന്ന അങ്ങനെ ദുരിതങ്ങളൊക്കെ വരുന്ന അല്ലെങ്കിൽ അവശിഷ്ടങ്ങള്, അതിൽ നിന്നൊക്കെ ഫ്ലോർ ഫ്രീ ആണ്. എപ്പോഴും ഫ്ലോർ നീറ്റ് ആവണം, അങ്ങനെ ഉറപ്പിക്കണം.
Immediately clean up sins on the floor and furniture. ഉടനടി തന്നെ ക്ലീൻ ചെയ്യുക. Immediately clean up. എപ്പോഴാണോ എന്തെങ്കിലും ഓയിലോ എന്തെങ്കിലും ഒക്കെ നമ്മൾ സ്പിൽ ചെയ്തത് തറയിൽ തൂക്കിയത് ഓർ ഫ്ലോറ് ഫർണിച്ചർ ഇവിടെയൊക്കെ വീണത് അങ്ങനെയാണെങ്കിൽ ഉടനടി തന്നെ എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. എന്തായിക്കോട്ടെ, ഫ്ലോറിലോ അല്ലെങ്കിൽ ഫർണിച്ചറിലോ എന്തെങ്കിലും തൂണോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഉടനടി തന്നെ അത് ക്ലീൻ ചെയ്യുക. Immediately clean up spills on floors and furnitures. Floors and furnitures. Immediately clean up spills on floors and furnitures. Spill എന്ന് പറഞ്ഞാൽ എന്താ, തൂളുക, തൂവുക. ഫ്ലോറിലും ഫർണിച്ചറിലും എന്തെങ്കിലും വീഴുകയാണെങ്കിൽ ഉടനടി തന്നെ അത് ക്ലീൻ ചെയ്യുക. അടുത്ത നോക്കിയേ, കീപ് ആൻ ഐ ഓൺ ദ പേഴ്സണൽ ബിലോങ്ങിങ് ലെഫ്റ്റ് ബൈ ദ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. പേഷ്യൻസിന്റെയും അവരുടെ വിസിറ്റേഴ്സ് സന്ദർശകരുടെയും സ്വകാര്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അത് സൂക്ഷിക്കുക. Okay. Keep an eye on the personal belonging. Personal എന്ന് പറയുന്ന വ്യക്തിപരമായിട്ടുള്ള അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളത്. അതായത് അവരുടെ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അതുമായിട്ട് നമ്മൾ അത് വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക. തിരിച്ചവർക്ക് കൊടുക്കാനുള്ളതാണെങ്കിലോ അല്ലെങ്കിൽ എന്താ ചെയ്യാൻ ഡിസ്പോസ് ചെയ്യാനുള്ളതാണോ അതെന്താന്ന് വെച്ചാൽ അതിന്റെ അനുസരിച്ച് തന്നെ ചെയ്യുക. അത് എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. കീപ് ആൻ ഐ ഓൺ ദ, അതൊന്ന് എന്ത് ചെയ്യുക, നമുക്ക് എന്താ പറയാ, അതൊന്ന് നിരീക്ഷിക്കുക. ഓക്കെ, കീപ് ആൻ ഐ എന്ന് പറഞ്ഞാൽ അത് നോക്കുക, നിരീക്ഷിക്കുക എന്നുള്ള മീനിങ്. ഓൺ എ പേഴ്സണൽ ബിലോങ്ങിങ്, പേഷ്യൻസിന്റെ ആയിക്കോട്ടെ വിസിറ്റേഴ്സിന്റെ ആയിക്കോട്ടെ, അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങള് പേഷ്യൻസ് ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ പേഷ്യൻസിന്റെ വസ്തുക്കള് നിരീക്ഷിക്കുക. അടുത്ത നോക്കിയേ, കോർഡിനേറ്റ് ക്ലീനിങ് എഫേർട്ട് വിത്ത് കഫറ്റീരിയ സ്റ്റാഫ്. കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഏകോപിപ്പിക്കുക. കോർഡിനേറ്റ് ഏകോപിപ്പിക്കുക. ക്ലീനിങ് എഫേർട്ട് വിത്ത് കഫറ്റീരിയ സ്റ്റാഫ്. കഫറ്റീരിയ സ്റ്റാഫുമായിട്ട് ക്ലീനിങ് കാര്യങ്ങള് അത് ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക. Coordinate cleaning effort with the cafeteria staff. With the cafeteria staff. Coordinate ചെയ്യാന്ന് വെച്ചാൽ ഏകോപിപ്പിക്കുക. Cleaning effort cafeteria സ്റ്റാഫുമായിട്ട് ക്ലീനിങ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക. പിന്നെ നോക്കിയേ, wipe and sanitize table, chairs. ടേബിള്, ചെയർ ഇതൊക്കെ തുടയ്ക്കുക, സാനിറ്റൈസ് ചെയ്യുക. തുടയ്ക്കുക, സാനിറ്റൈസ് ചെയ്യുക. Okay, അടുത്ത നോക്കിയേ, ചെക്ക് സ്റ്റോറേജ് ഏരിയ ഫോർ ക്ലീൻനെസ് ആൻഡ് സൈൻ ഓഫ് ഇൻസെക്ട്സ് ഓർ റോഡന്റ്. ചെക്ക് ദ സ്റ്റോറേജ് ഏരിയ. സ്റ്റോറേജ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോ ഹൗസ് കീപ്പിങ്ങിന് ഉള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന, പിന്നെ ഡയറ്ററിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന അല്ലെ, അങ്ങനെയുള്ള സ്റ്റോറേജ് ഏരിയ നമ്മൾ ചെക്ക് ചെയ്യണം. ഫോർ ക്ലീൻനെസ്, നല്ല വൃത്തിയുള്ളതാണ്. ആൻഡ് എന്തെങ്കിലും ഇൻസെക്ട്സിന്റെയോ അല്ലെങ്കിൽ റോഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ, റോഡന്റ് എന്താ, RODENTS, റോഡൻസ്, എലിശല്യം, എലി, റോഡന്റ്, എലിശല്യം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികള്, ഇൻസെക്ട്സ്, അതിന്റെയൊക്കെ അടയാളങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഏരിയ ക്ലീൻ ചെയ്യുക. സ്റ്റോറേജ് ഏരിയ ക്ലീൻ ചെയ്യുക. അതുപോലെ ഒരു ഇൻഫെക്ഷന്റെയോ അല്ലെങ്കിൽ ഒരു ഇത് കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു സൈൻ അവിടെ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുക, ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞേക്കുക. എട്ടാമത്തെ പോയിന്റ് എന്താ, അപ്ലൈ ഹൈലി stringent cleaning and sanitizing procedure to avoid the spread of germs and bacteria. Bacteria, germs ആണെങ്കിലും കീടനാശിനി ബാക്ടീരിയ ഒക്കെ പടരാതിരിക്കാൻ വളരെ കർശനമായിട്ടുള്ള ഒരു ശുചീകരണം വയ്ക്കുക. And apply high stringent cleaning. Stringent, കർശനമായ എന്നുള്ളതാണ് മലയാളം മീനിങ്. stringent എന്ന് കർശനമായിട്ടുള്ള ഒരു ക്ലീനിങ്, സാനിറ്റൈസിങ് പ്രൊസീജിയർ.
എന്തിനു വേണ്ടി? ടു അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ജെർംസ് ആൻഡ് ബാക്ടീരിയ. ജെർംസും ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യുന്നത്, അത് പകരുന്നത് ഒഴിവാക്കാനായിട്ട് കർശനമായിട്ടുള്ള കർശനമായിട്ടുള്ള ക്ലീനിങ് സാനിറ്റൈസർ പ്രൊസീജിയർ അപ്ലൈ ചെയ്യുക. അപ്ലൈ highly stringent cleaning and sanitizing procedure to avoid the spread of germs and bacteria. Clear ആയോ? Points clear ആയോ? 8 point ഉണ്ട്. പെട്ടെന്ന് വായിച്ചു നോക്കിയേ. 5th point ആണ്. ഓ പറയാലോ, പറയാം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ബാക്കി പോയിന്റ്സ് ക്ലിയർ അല്ലേ? 5ാമത്തെ പോയിന്റ് ഇവിടെ ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. നോക്കി, കീപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സൂക്ഷിക്കുക. എന്താ നമ്മളത് സൂക്ഷിക്കുക. ആൻഡ് ഐ ഓൺ ദ പേഴ്സണൽ ബിലോങ്ങിങ്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ? അവിടത്തെ നമ്മള് സ്വകാര്യമായിട്ടുള്ള, ഇപ്പൊ നമ്മള് പേഷ്യന്റിന്റെയോ വിസിറ്റേഴ്സിന്റെയോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ അവർ ഉപേക്ഷിക്കുന്ന സാധനങ്ങള് ലെഫ്റ്റ് ബൈ പേഷ്യന്റ് ആൻഡ് വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ? പേഷ്യൻസോ വിസിറ്റേഴ്സോ അവര് ഉപേക്ഷിക്കുന്ന അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങള്, സാധനങ്ങള്, അത് നിരീക്ഷിക്കുക. കീപ്പ് ആൻ ഐ ഓൺ ഐ എന്നാണ് നമ്മുടെ കണ്ണ് കീപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? കീപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അതൊന്ന് നിരീക്ഷിക്കുക. ആ ഒരു മീനിങ് പറഞ്ഞേക്കണം കേട്ടോ. പേഷ്യൻസോ വിസിറ്റേഴ്സോ അവരുടെ സാധനങ്ങൾ, പേഴ്സണൽ എന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള സാധനങ്ങള് അത് ഉപേക്ഷിച്ചിട്ടുള്ള പേഷ്യൻസോ വിസിറ്റേഴ്സോ അവർ ഉപേക്ഷിച്ചിട്ടുള്ള അവരുടെ സാധനങ്ങള് അത് നിരീക്ഷിക്കുക. ഇതിപ്പോ എന്താ വേണ്ട രീതിയിൽ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണെങ്കിൽ അത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളത് ആവശ്യമില്ലാത്ത സാധനങ്ങളാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുക. ആ കാര്യങ്ങൾ കൂടി ഒന്ന് മാനേജ് ചെയ്യുക. നമ്മൾ ഡിസ്ചാർജ് ക്ലീനിങ് ഒക്കെ ചെയ്യൂലേ? അപ്പയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവിടെ ബാക്കി കിടക്കാറുണ്ടല്ലോ, അല്ലെ? മറന്നുപോയതോ എടുക്കാൻ മറന്നുപോയതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറന്നുപോയ സാധനങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് നിരീക്ഷിക്കണം. ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോഴേ നമ്മള് പിന്നെ അവിടെ ഇല്ലല്ലോ, അപ്പൊ നമ്മള് എന്താ പറയാ, എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവിടെ മറന്നു വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിരീക്ഷിക്കുക. ഇനി അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണെങ്കിൽ അത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാന്നുള്ളതാണ്. അതും കൂടി നോക്കണം. പേഷ്യൻസിന്റെയോ വിസിറ്റേഴ്സിന്റെയോ അവര് ഉപേക്ഷിച്ചിട്ടുള്ള എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങള് അത് നിരീക്ഷിക്കുക. ക്ലിയർ ആയോ? 5th പോയിന്റ്. ഓക്കെ, നമ്മൾ അതൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട. നോക്കി, ഇനി സെക്കൻഡ് പോയിന്റ് ചോദിച്ചാൽ റിനൈസേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്ലേസ് ആണ്. ഷാർപ്പ് കണ്ടെയ്നേഴ്സ് വിത്ത് 3/4 ഫുൾ. അതായത് 3/4 ഭാഗം നിറയുമ്പോഴേക്കും ഷാർപ്പായിട്ടുള്ള, ഷാർപ്പ് പറഞ്ഞ മൂർച്ചയുള്ള, അതായത് നമുക്ക് പെട്ടെന്നൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ലേ, പൊട്ടിപ്പോകാൻ പറ്റുന്ന അങ്ങനെയുള്ള കണ്ടെയ്നർ റീപ്ലേസ് ചെയ്യാണ്. അത് മാറ്റി വെക്കാം. അതായത് മൊത്തം നിറഞ്ഞ ഫുള്ളായിട്ട് വലിച്ചു പൊക്കിയെടുക്കുമ്പോ ചിലപ്പോ വേണമെങ്കിൽ എന്താ അതൊക്കെ താഴെ വീട് പൊട്ടുവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞേക്കാണ്. റിനൈസേറ്റ് എന്ന് പറഞ്ഞാൽ റീപ്ലേസ്, മാറ്റി വെക്കുക. ഷാർപ്പ് കണ്ടെയ്നേഴ്സ് വിത്ത് 3/4 ഫുള്ള്. അതായത് വേസ്റ്റും ഇതൊക്കെ ആണെങ്കിലേ നമ്മൾ 3/4 ഭാഗം നിറയുമ്പോഴേക്കും നമ്മളത് റീപ്ലേസ് ചെയ്യുക, മാറ്റി വെക്കുക. ഓക്കെ ആണോ നോക്കിയേ? ഓക്കെ ആണ്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തേല് നിങ്ങള് എന്താണ്, ഒന്നാമത്തെ പോയിന്റില് ആസ് പെർ പ്രോട്ടോകോൾ അത് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇങ്ങനെ വേണേൽ ചോദിക്കാം. ക്ലീനിങ് അപ്പ് ആൻഡ് സാനിറ്റൈസ് സർഫസസ് കണ്ടാമിനേറ്റഡ് ബൈ ബോഡി ഫ്ലൂയിഡ് ആസ് പെർ എന്തനുസരിച്ച് നമ്മൾ ഇത് ചെയ്യണം, ക്ലീൻ സാനിറ്റൈസ് ചെയ്യണം പ്രോട്ടോകോൾ അനുസരിച്ച്. ആസ് പെർ പ്രോട്ടോകോൾ ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സർഫസുകൾ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. എന്തനുസരിച്ചാണ്? ആസ് പെർ പ്രോട്ടോകോൾ.
പിന്നെ അടുത്തത് ഈ നമ്മള് ഷാർപ്പ് കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ മൂർച്ചയുള്ള, അതായത് നമ്മൾ ബ്രേക്കബിൾ ആകാൻ സാധ്യതയുള്ള അല്ലെ അങ്ങനെയൊക്കെ ഉള്ള കണ്ടെയ്നറുകള് എന്ത് ചെയ്യും, 3/4 ഭാഗം അത് നിറയുമ്പോഴത്തേക്കും നമ്മളത് മാറ്റിവെക്കണം. ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞ് പോകാൻ നിൽക്കരുത്, അത് മാറ്റിവെക്കുക, റീപ്ലേസ് ചെയ്യുക. പിന്നെ അടുത്തത് ഈ നമ്മുടെ തറ, ഫ്ലോറ്, ഡിബ്രിസ് എന്ന് പറഞ്ഞാൽ എന്താ, അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ട്രിപ്പിംഗ് ഹസാർഡ്, നമ്മൾ ട്രിപ്പാവാനായിട്ട് അങ്ങനെയുള്ള അപകടങ്ങൾക്കൊക്കെ സാധ്യതയുള്ള വസ്തുക്കളില്ല, അതിൽ നിന്നും ഫ്ലോർ ഫ്രീ ആണെന്ന് ഉറപ്പിക്കുക, കൺഫേം എന്ന് വെച്ചാൽ ഉറപ്പിക്കുക. പിന്നെ അടുത്തതിൽ പറഞ്ഞേക്കുന്ന ഫ്ലോറിലും ഫർണിച്ചറിലും ഒക്കെ എന്തെങ്കിലും സ്ഥിതി ചെയ്യുക വെച്ച് തോന്നുക, എന്തെങ്കിലും ധൂളോ ഒക്കെ ആണെങ്കിൽ ഉടനടി തന്നെ അത് ക്ലീൻ ചെയ്യുക. അവിടെ കിടന്ന് നമ്മളിങ്ങനെ ഫ്ലോറിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ ഓയിലാണെ അങ്ങനെയുള്ള എന്തെങ്കിലും ധൂളാണെങ്കിൽ നമ്മളത് അറിയാതെ കയറി ചവിട്ടി കഴിഞ്ഞാൽ വലിയ അപകടം വരാം. അപ്പൊ അതുകൊണ്ട് ഫ്ലോറിലും ഫർണിച്ചറും ഒക്കെ തൂളുന്ന കാര്യങ്ങൾ വേഗം തന്നെ ഇതേക്കാം ക്ലീൻ ചെയ്യുക. പിന്നെ അടുത്തത് പേഷ്യൻസിന്റെയും വിസിറ്റേഴ്സിന്റെയും അവരുപേക്ഷിച്ചിട്ടുള്ള സാധനങ്ങള് അതിനൊക്കെ ഒരു നിരീക്ഷണം വേണം, അത് നിരീക്ഷിക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, 5 പോയിന്റ്സ് അല്ലേ? 5 പോയിന്റ് വരെ ഓക്കെ ആണോ? 5th പോയിന്റ് വരെ എല്ലാവർക്കും ഓക്കെ അല്ലേ? 5ാമത്തെ പോയിന്റ് വരെ ഓക്കെ ആണ്. ഇനി 6ാമത്തെ പോയിന്റ് നോക്കിയേ, കോർഡിനേറ്റ് ക്ലീനിങ് എഫേർട്ട് വിത്ത് കഫറ്റീരിയ സ്റ്റാഫ് ആൻഡ് സാനിറ്റൈസ് ബെഡ് ചെയേഴ്സ്. കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക. ക്ലീനിങ് എഫേർട്ട് വിത്ത് കഫറ്റീരിയ സ്റ്റാഫ്, അതായത് കഫറ്റീരിയയിലെ സ്റ്റാഫുകളുമായിട്ട് ആ ക്ലീനിങ് എഫേർട്ട് അവർക്കുടെ കൂടെ നമ്മൾ ക്ലീനിങ്ങിൽ ഭാഗമാവുക, അത് ഏകോപിപ്പിക്കുക. കോർഡിനേറ്റ് ക്ലീനിങ് എഫേർട്ട് വിത്ത് കഫറ്റീരിയ സ്റ്റാഫ്, നമ്മൾ തുടയ്ക്കുക, സാനിറ്റൈസ് ചെയ്യുക. പിന്നെ എന്താ, ടേബിള് ചെയർ ഇതൊക്കെ തുടച്ച് സാനിറ്റൈസ് ചെയ്ത് കഫറ്റീരിയ സ്റ്റാഫുമായിട്ട് അവരുടെ വർക്കില് നമ്മൾ അതിനുമായിട്ട് ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക. പിന്നെ അടുത്ത നോക്കി 7ാമത്തെ പോയിന്റിൽ എന്താ, ചെക്ക് സ്റ്റോറേജ് ഏരിയ ഫോർ ക്ലീനസ് ആൻഡ് സൈൻ ഓഫ് ഇൻസെക്ട്സ് ഓർ റോഡക്റ്റ്. സ്റ്റോറേജ് ഏരിയ, ചെക്ക് ദ സ്റ്റോറേജ് ഏരിയ. നമ്മള് സ്റ്റോറേജ് ഏരിയ ഇല്ലേ, സ്റ്റോർ ചെയ്യുന്ന ഏരിയ, അത് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളായിക്കോട്ടെ, ഡയട്രിയിലൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളായിട്ട്, ഹൗസ് കീപ്പിംഗ് ഐറ്റംസ് സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങൾ അങ്ങനെയുള്ള ഏരിയ ഒക്കെ ആയിട്ട് അത് നല്ല വൃത്തിയായിട്ടും ഒരു ഇൻസെക്ട്സോ റോഡന്റോ അതൊക്കെ അതിന്റെ അടയാളങ്ങള് അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയുള്ളതൊന്നുമില്ല, ക്ലീൻ ആണ്, ആ ഏരിയ ക്ലീൻ ആണ്, സ്റ്റോറേജ് ഏരിയ ക്ലീൻ ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. 7ാമത്തെ പോയിന്റ് ഓക്കെ അല്ലേ? ഇൻസെക്ട്സോ റോഡന്റോ ഒക്കെ ഈ നമ്മള് ഇത് സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഏരിയയില് അതിന്റെ അടയാളങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അതൊന്നും ഇല്ല, അത് ഓക്കെയാണ്, ക്ലീൻ ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. റോഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ, എലിശല്യം, എലിയാണ് റോഡന്റ്. ഇൻസെക്ട്സ് ചെറിയ ചെറിയ പ്രാണികള് അതൊന്നും സ്റ്റോറേജ് ഏരിയയിൽ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇനി 8ാമത്തെ എന്താ, അപ്ലൈ ഹൈലി സ്ട്രെങ്തൻഡ് ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിംഗ് പ്രൊസീജിയർ ടു അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ജെംസ് ആൻഡ് ബാക്ടീരിയ. ഹൈലി സ്ട്രെങ്തൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞത് കർശനമായ ക്ലീനിങ് സാനിറ്റൈസിംഗ് പ്രൊസീജിയർ ചെയ്യുക. അപ്ലൈ ഹൈലി സ്ട്രെങ്തൻഡ് ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിംഗ് പ്രൊസീജിയർ, കർശനമായിട്ടുള്ള ക്ലീനിങ് സാനിറ്റൈസിംഗ് പ്രൊസീജിയർ അപ്ലൈ ചെയ്യുക. എന്തിനു വേണ്ടി? ടു അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ജെംസ് ആൻഡ് ബാക്ടീരിയ. ജെംസ്, ബാക്ടീരിയ ഇതൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി. ക്ലിയർ ആയോ പോയിന്റ്സുകള്? 6ാമത്തെ പോയിന്റ് നമ്മൾ അന്നേരം പറഞ്ഞില്ലായിരുന്നു അല്ലെ, കഫറ്റീരിയയുടെ കാര്യം. ഓക്കെ അല്ലേ? 6, 7, 8 ഓക്കെ അല്ലേ? 6th, 7th, 8th ഒന്ന് വായിച്ചു വെച്ചാൽ മതി അത്. ഇനി നെക്സ്റ്റ് ഇതും വായിച്ചു വെച്ചാൽ മതി കേട്ടോ.
ഹോസ്പിറ്റലിലെ മറ്റ് ഏരിയകൾക്ക് വേണ്ടിയുള്ള ദിവസേന നടത്തുന്ന ഹൗസ് കീപ്പിംഗ് കാര്യങ്ങളാണ്. ഹൗസ് കീപ്പിംഗ് ഡ്യൂട്ടീസ് ആണ് പറഞ്ഞേക്കുന്നത്, സ്റ്റാഫുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ്. ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അണുനാശിനി അല്ലെ? ഇങ്ങനെയുള്ള അണുക്കളെയൊക്കെ കൊല്ലാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന അണുനാശിനിയാണ് ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഒരു ഐഡിയൽ ഡിസിൻഫെക്റ്റന്റിന്റെ പ്രോപ്പർട്ടീസ്? പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ്. നോക്കിയേ, എങ്ങനെയായിരിക്കണം ഒരു ഡിസിൻഫെക്റ്റന്റ്? അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? should have an extensive antimicrobial spectrum. വിപുലമായിട്ടുള്ള ഒരു ആന്റിമൈക്രോബിയൽ സ്പെക്ട്രം ഉണ്ടായിരിക്കണം. should have an extensive antimicrobial spectrum. വിപുലമായിട്ടുള്ള ഒരു ആന്റിമൈക്രോബിയൽ സ്പെക്ട്രം ഉണ്ടായിരിക്കണം. എന്താ ഇപ്പൊ ആന്റിമൈക്രോബിയൽ സ്പെക്ട്രം എന്ന് പറഞ്ഞാ എന്താണ്? വിപുലമായിട്ടുള്ള നമുക്ക് എന്താണ്, നമുക്ക് ഈ എന്തെങ്കിലും മൈക്രോബ്സ്, ആന്റിമൈക്രോബിയലാണ്, മൈക്രോബ്സിനെയൊക്കെ കൊല്ലാനോ തടയാനോ സഹായകമാകുന്ന സൂക്ഷ്മാണുക്കളുടെ ഒരു ശ്രേണി, അതാണ് ആന്റിമൈക്രോബിയൽ സ്പെക്ട്രം എന്ന് പറയുന്നത്. is defined as the range of different microorganisms that an antibiotics or antimicrobial agent inhibit or kills them. എന്താ പറഞ്ഞേക്കുന്ന? ആന്റിമൈക്രോബിയൽ, മൈക്രോബ്സിനെയൊക്കെ നശിപ്പിക്കാം, മൈക്രോബ്സിനെ കൊല്ലാനോ നശിപ്പിക്കാനോ പറ്റുന്ന സൂക്ഷ്മാണുക്കളുടെ ഒരു ശ്രേണി. അങ്ങനെ ആ മൈക്രോബ്സിനെയൊക്കെ കൊല്ലാൻ പറ്റുന്ന എക്സ്റ്റെൻസീവ്, വിപുലമായ, എക്സ്റ്റെൻസീവ് വിപുലമായിട്ടുള്ള ഒരു സൂക്ഷ്മാണുക്കളെ കൊല്ലാൻ പറ്റുന്ന മൈക്രോബ്സിന്റെ ഒരു ശ്രേണി ആയിരിക്കണം ഡിസിൻഫെക്റ്റന്റ്. ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞാൽ അണുക്കളെ, മൈക്രോബ്സിനെ കൊല്ലാൻ പറ്റുന്നതായിരിക്കണം. നമ്മൾ പല ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിക്കാറില്ലേ, അണുനാശിനികള്? അതെന്താ? നമ്മൾ മൈക്രോബ്സിനെ കൊല്ലാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ വിപുലമായ. ഇനി അടുത്ത നോക്കിയേ, ഷുഡ് പ്രൊഡ്യൂസ് എ സ്വിഫ്റ്റ് കിൽ. എന്താ? ഇനി അതെങ്ങനെയായിരിക്കണം? പെട്ടെന്ന് നശിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം. ഇപ്പൊ നമ്മളൊരു ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിച്ചാൽ ഒരു മാസം കഴിഞ്ഞിട്ട് അതിനെ നശിപ്പിക്കാനാണോ കൊല്ലാനാണോ? അല്ല, പെട്ടെന്ന് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടണം. ഷുഡ് പ്രൊഡ്യൂസ് എ സ്വിഫ്റ്റ് കിൽ. പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെയുള്ള ഒരു കഴിവ് വേണം ഏത്? ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റിന്. മനസ്സിലാവുള്ളേ പോയിന്റ്സുകള്? ഓക്കെ, നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് അണുനാശിനിയാണ് കേട്ടോ. അണുനാശിനിയാണ്, അണുക്കളെ കൊല്ലാൻ പറ്റുന്ന ഒരു അണുനാശിനികൾക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാ, പ്രോപ്പർട്ടി എന്തൊക്കെയാണ്? ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു വിപുലമായിട്ടുള്ള ഒരു ആന്റിമൈക്രോബിയൽ സ്പെക്ട്രം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ, പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റുന്നതായിരിക്കണം. ഷുഡ് പ്രൊഡ്യൂസ് എ സ്വിഫ്റ്റ് കിൽ. എന്താ? പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റുന്നതായിരിക്കണം. ഇനി അടുത്ത് നോക്കിയേ, ഷുഡ് ബി വർക്കിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ് ആൻഡ് കമ്പാറ്റബിൾ വിത്ത് ദ സോപ്പ്, ഡിറ്റർജന്റ് ആൻഡ് അതർ കെമിക്കൽസ് എൻകൗണ്ടേർഡ് ഇൻ യൂസ്. എന്തായിരിക്കണം? ഷുഡ് ബി വർക്കിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ്. ജൈവവസ്തുക്കളുടെ സാന്നിധ്യത്തില് അത് എന്താണ്? അത് വർക്ക് ചെയ്യാൻ പറ്റുന്ന, പ്രവർത്തിക്കാൻ പറ്റുന്നതായിരിക്കണം. അതാണ് ജൈവവസ്തുക്കളുടെ സാന്നിധ്യത്തില് അത് പ്രവർത്തിക്കാൻ പറ്റുന്നതായിരിക്കണം. ഷുഡ് ബി വർക്കിംഗ്. എന്തിന് വർക്കിംഗ്? പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ്. ജൈവവസ്തുക്കള്, ഓർഗാനിക് മാറ്റേഴ്സിന്റെ സാന്നിധ്യത്തില് പ്രവർത്തിക്കാൻ പറ്റുന്നതായിരിക്കണം നല്ലൊരു ഡിസിൻഫെക്റ്റന്റ്. എന്തൊക്കെയാ ഓർഗാനിക് മാറ്റേഴ്സ്? ബ്ലഡ്, സ്പ്യൂറ്റം, കഫമാണ് കേട്ടോ. സ്പ്യൂറ്റം എന്ന് പറയുന്നത് SPUTUM, കഫം. ഫേസസ് എന്ന് പറഞ്ഞാൽ എന്താ? മലം. അങ്ങനെയുള്ള ഓർഗാനിക് മാറ്റേഴ്സിന്റെ സാന്നിധ്യത്തില് നല്ല രീതിയിൽ എന്താണ്? വർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ആൻഡ് കമ്പാറ്റബിൾ വിത്ത് സോപ്പ്, ഡിറ്റർജന്റ് ആൻഡ് അതർ കെമിക്കൽസ് എൻകൗണ്ടേർഡ് ഇൻ യൂസ്.
ഇനി എന്താ പറഞ്ഞേക്കുന്നത്? നമ്മള് സോപ്പ്, ഡിറ്റർജന്റ്, മറ്റുള്ള കെമിക്കൽസ് എന്നിവയുമായി പൊരുത്തപ്പെടുകയും വേണം. എൻകൗണ്ടേർഡ് ഇൻ യൂസ്, ഉപയോഗിക്കാനായിട്ട് അത് പൊരുത്തപ്പെടുകയും വേണം, അല്ലെങ്കിൽ അതുമായിട്ട് അനുയോജ്യമായിരിക്കണം. കമ്പാറ്റബിൾ, അനുയോജ്യമായ, അനുയോജ്യം. ഇനി ഒരു പോയിന്റ് കൂടി നോക്കാം. നാലാമത്തെ പോയിന്റ് എന്താ? ഷുഡ് നോട്ട് ബി ഡേഞ്ചറസ് ടു ദ യൂസർ ഓഫ് പേഷ്യന്റ്. അത് ഉപയോഗിക്കുന്ന പേഷ്യന്റിന് എന്താണ്? ഒരിക്കലും അപകടം ഉണ്ടാക്കാൻ പാടില്ല. രോഗികൾക്ക് അപകടമാകുന്ന രീതിയിലാവരുത്. ആ ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിച്ചു എന്ന് കരുതി ആ പേഷ്യൻസിന് ഒരു അപകടവും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, രോഗികൾക്ക് അപകടമാകുന്ന വിധത്തില് അത് ഉപയോഗിക്കരുത്. ഷുഡ് നോട്ട് ബി ഡേഞ്ചറസ്, ഒരിക്കലും അപകടമാകരുത്. ടു ദ യൂസർ ഓഫ് പേഷ്യന്റ്, അത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പേഷ്യൻസിന് അത് ഒരു ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിക്കുന്നത് മൂലം ഒരിക്കലും ഒരു അപകടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. 4 പോയിന്റ്സ് ആണ് നമ്മളിത് കംപ്ലീറ്റ് കേട്ടോ. 4 പോയിന്റ്സ്. ഓക്കെ, വാങ്ങിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർക്കാം. ഇനി പെട്ടെന്ന് എളുപ്പമുള്ളതാണ്, കുറച്ചുള്ളൂ ചലഞ്ചസും പിന്നെ മാനേജർ റെസ്പോൺസിബിലിറ്റി. അത് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇനി ആ ഒരു ചാപ്റ്റർ കൂടി ഉള്ളൂ ഞാൻ എടുക്കുന്നത് കേട്ടോ. നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള ഓൾമോസ്റ്റ് ഞാൻ എടുക്കുന്ന പോർഷൻസ് കഴിയും. അത് നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞതിന് ശേഷം അത് സ്റ്റാർട്ട് ചെയ്യാം.